ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ നമുക്കൊന്ന് നോക്കിയാലോ. അതിനായി ഞാനിവിടെ 1/2 കിലോ ചിക്കൻ നല്ലപോലെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 സവോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു വലിയ തക്കാളി. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. സവോള ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് സവോള നല്ല ഗോൾഡൻ കളറാവുന്നവരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവോള നല്ലപോലെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പൊടികളെല്ലാം ആഡ് ചെയ്ത് അതിലെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി നല്ലപോലെ വഴറ്റിയെടുക്കുക. തക്കാളി നല്ലപോലെ വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചിക്കൻ വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് തുറന്ന് വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കുക. ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.